നമസ്കാരം സുഹൃത്തുക്കളെ, ജോയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ മാത്രമല്ല എല്ലാ മീഡിയത്തിലും ഒരു വാർത്ത കണ്ടതേ, നമ്മൾ മലപ്പുറത്ത് ഒരു പെൺകുട്ടി ഭർതൃഗൃഹത്തിൽ ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു വാർത്ത നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണുമല്ലോ. ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്താ സംഭവം എന്ന് എന്താ ദുരൂഹതയിലൊക്കെ നിൽക്കുന്ന വിഷയമാണ്. ഞാൻ അതേപ്പറ്റി പറയാൻ വന്നത്, ഇതൊരു ക്ലീഷേ പോലുള്ള കാര്യമാണ്. ഇപ്പം ഞാൻ പറയുന്നതാണെങ്കിലും ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണെങ്കിലും എനിക്ക് തോന്നുന്നു ലോകാരംഭം മുതൽ ഇതുണ്ടെന്ന് തോന്നുന്നു. അതോ ഞാൻ ജനിച്ചതിന് ശേഷം ഞാനിത് എപ്പോഴും കേൾക്കുന്നുണ്ട്, ഈ കൊലപാതകങ്ങളും ആത്മഹത്യയും പ്രശ്നങ്ങളും ഒക്കെ. അപ്പം ഈ വാർത്തയൊക്കെ വരുന്നതനുസരിച്ച് ആ പെൺകുട്ടി അത് മനോവിഷമം അനുഭവിച്ചു, അവളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, അതിൻ്റെ വാട്സപ്പ് ചാറ്റ് കാണുന്നു, വീട്ടിലോട്ട് വിളിക്കുന്നതിൻ്റെ റെസ്ട്രിക്ഷൻ ആയിരുന്നു, ഇവരുടെ ബന്ധുക്കളും മാതാപിതാക്കളും ഒക്കെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ചോദിക്കുന്നതേ, നമ്മൾ ഏത് കാലഘട്ടത്തിലാണ് ഇന്ന് ജീവിക്കുന്നത്? എത്ര കൊലപാതകങ്ങൾ, മരണങ്ങൾ, ആത്മഹത്യ ഇങ്ങനെയുള്ള ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഈ കുടുംബത്ത് ഓരോ പ്രശ്നങ്ങളുണ്ടായിട്ട്. അപ്പോൾ ഇത് ഈ മാതാപിതാക്കളും ബന്ധുക്കളും ഒക്കെ ഇത് അറിഞ്ഞുകൊണ്ടിരിക്കുക അവനിങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടെന്ന്. അപ്പോൾ തന്നെ മനസ്സിലാകുന്നില്ല, അസ്വസ്ഥമായിട്ട് ജീവിതം അവിടെ നടക്കുന്നത്, സുരക്ഷിതത്വമല്ല ഉള്ളത്. ഇനിയിപ്പോൾ കൊന്നില്ലെങ്കിൽ പോലും ഒരു സമാധാനമായിട്ടൊരു ജീവിതമുണ്ടോ? സന്തോഷമായിട്ട് പൊന്നുപോലെ വളർത്തിയ ഒരു പെങ്കൊച്ച് പോയിട്ട് ഇങ്ങനെയുള്ള ഭയങ്കര ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ അതിൻ്റെ വിഷമങ്ങൾ എവിടെ എത്തുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഈ മരണം വരെ വെച്ചുകൊണ്ടിരുന്നിട്ട് ഇപ്പോൾ ഇതെല്ലാം ഇങ്ങനെ എടുത്ത് ഇങ്ങനെയായിരുന്നു, അങ്ങനെ അവൾ പറഞ്ഞിരുന്നു, ഇങ്ങനെ അവൾ പറഞ്ഞിരുന്നു പറഞ്ഞതിനകത്ത് എന്ത് അർത്ഥമാണ്? അവൾക്ക് നീതി കിട്ടണം. എന്ത് നീതി? ആ കൊച്ചു മരിച്ചുപോയി, അത് മരിച്ചുപോയി. അതിന് എന്ത് നീതി കിട്ടാനായിട്ട്? അതിന് ജന്മമുണ്ടോ, ജീവിതമുണ്ടോ? ഒന്നുമില്ല, അത് പോയി. മാതാപിതാക്കളെ പോട്ടെ, മാതാപിതാക്കളെ തന്നെ നമ്മൾ ഇപ്പോൾ ഈ പെങ്കൊച്ചുങ്ങൾക്കൊരു വിവരമില്ലേ? പെൺപിള്ളേരൊക്കെ ഈ ഇത്ര മോഡേൺ ലൈഫിൽ ആയിട്ട് ഈ കാലഘട്ടത്തിൽ ജീവിച്ചിട്ട് ഇങ്ങനെ വീണ്ടും സംഭവിക്കുകയാണല്ലോ എന്നുള്ളതാണ്. അവൻ ഭയങ്കര സ്വഭാവം കാണിക്കുന്നു, അവൻ അങ്ങനെ കാണിച്ചു, ഇങ്ങനെ കാണിച്ചു. ഇത് നമ്മളൊക്കെ ഓരോ വ്യക്തികളില്ലേ, നമുക്ക് നമ്മുടേതായ സ്വാതന്ത്ര്യമില്ല. ഈ ഭൂമി നമ്മൾ ജനിച്ചു, നമുക്കെല്ലാ സ്വാതന്ത്ര്യമില്ല. നമ്മൾ ഏത് രാജ്യത്താണോ ജീവിക്കുന്നത് ആ രാജ്യത്തിൻ്റെ എല്ലാ അവകാശവും സുരക്ഷിതത്വവും സ്വാതന്ത്ര്യവും നമുക്കില്ലേ? നമ്മൾ ആരെ ഭയപ്പെട്ട് ആരുടെ അണ്ടർ ജീവിക്കണം എന്നാണ് പറയുന്നത്? പരസ്പര സ്നേഹവും അഡ്ജസ്റ്റ്മെൻറ്റും അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ജീവിതം മുന്നോട്ട് പോകുന്നത്. അല്ലാതെ ആരുടെയും അടിമപ്പെടുമോ? മറ്റൊരാൾ ബുദ്ധിമുട്ടിക്കുമ്പോൾ അതെല്ലാം സഹിച്ച് നിൽക്കണം. ഇത് ഇനിയും മനസ്സിലാക്കി, ഇനി ഏത് കാലത്ത് മനസ്സിലാക്കാനാണ്? ഇത് എന്നും ഇങ്ങനെ മരണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണമാണ് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നത്. ഏറ്റവും പ്രധാനം ഈ പെൺകുട്ടികൾ തന്നെ മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ. നിങ്ങളുടെ ജീവിതമാണ്, നിങ്ങളുടെ ശരീരമാണ്, നിങ്ങളുടെ മനസ്സാണ് ഒരുത്തനിട്ട് നോക്കുന്നത്, നിങ്ങളുടെ ശരീരമാണ് ഒരുത്തനിട്ട് വേദനിപ്പിക്കുന്നത്. എന്തിനാണ് നിങ്ങളിങ്ങനെ അനുഭവിക്കുന്നത്? നിങ്ങളുടെ അപ്പനും അമ്മയും പറഞ്ഞാൽ പോലും നിങ്ങൾ അത് അനുഭവിക്കേണ്ട കാര്യമുണ്ട്. അപ്പനും അമ്മയാണോ കൊള്ളുന്നത്? മോളെ സാരമില്ല, നീ സഹിച്ചങ്ങ് നിൽക്കുന്നത്, നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യം തന്നെ ഇരിക്കുന്നത്. പെങ്കൊച്ചുങ്ങൾ പഠിച്ച് നിങ്ങളൊരു ജോലിയിലെത്തി, നിങ്ങളുടെ ജീവിതം ശരിയാക്കുക. കുടുംബജീവിതം വേണ്ടവരതിനകത്ത് എടുക്കുന്നേ. കുടുംബജീവിതം ഇല്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. കുടുംബജീവിതം സമാധാനപരമായിട്ട് സുരക്ഷിതമായിട്ട് സന്തോഷമായിട്ട് ഒരു പാർട്ട്ണറുടെ കൂടെ ജീവിക്കുക എന്നൊരു കാര്യം ഉണ്ടെങ്കിൽ മാത്രം, സമാധാനവും സന്തോഷവും ഉണ്ടെങ്കിൽ അത് തിരഞ്ഞെടുത്താൽ മതി. ഇല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോരണം. ഒരുത്തൻ്റെ ഉപദ്രവം ഒരു പരിധി കൂടുതലാകുമ്പോൾ ചേട്ടാ, സഹോദര, വൈ കേട്ടോ, നമുക്ക് പറ്റില്ല കേട്ടോ, നമുക്ക് ഈ വിഷയം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോരാൻ എന്നാന്നേ ഈ പിള്ളേർക്ക് പറ്റാത്തത്? ഈ മരണത്തോളം എന്നെ കാത്തിരിക്കുക. ഇത് മരണം കഴിഞ്ഞിട്ട് പറയാം നീതി കൊടുക്കണം. ആർക്ക് നീതി? ആർക്കായി ജീവിച്ചിരിക്കുന്ന അപ്പനും അമ്മയ്ക്കാണ് നീതി വേണ്ടത്? ആർക്ക് എന്ത് നീതിയുടെ കഥയാണ് പറയുന്നത്? ആ കൊച്ചു മരിച്ചുപോയി, പാവം. എന്തോരോ ദുരനുഭവം ഉണ്ടായിട്ടോ. ഒരു പെങ്കൊച്ചിനെയൊക്കെ വളരെ, പിന്നെ നമ്മൾ രണ്ട് വഴക്കൊക്കെ പറയുന്നവർക്ക്, ഒരു പെങ്കൊച്ചിനെയൊക്കെ എന്തോരം പൊന്നു പോലെ എക്കാലത്തും ആൾക്കാർ വളർത്തുന്നത്. കണ്ണേ പൊന്നേന്ന് വിളിച്ച് എന്നാ പറഞ്ഞു, ഒരു മയിൽപ്പീലി പോലെ അല്ലെങ്കിൽ ഒരു തൂവല് പോലെ നിങ്ങളെ തൂവല് കൊണ്ട് തഴുകി വളർത്തുന്നു പറയുന്ന പോലെ ഒരു വഴക്ക് പോലും പറയാതെ, ഒരു കമ്പെടുത്ത് ഒരു ചുള്ളിക്കമ്പ് പോലും അടിക്കാതെ വളർത്തിയിട്ട് വല്ലവനും കൊണ്ടുപോയിട്ട് മർദ്ദിക്കുന്നു. അവൻ്റെ പീഡനങ്ങൾ, അവന് ഇല്ലാത്ത തേജോവധം മുഴുവൻ ചെയ്യുന്നു. അതിന് കളറില്ല, പൊക്കമില്ല, ഭംഗിയില്ല. കളറും ഭംഗിയും പൊക്കവും ഒന്നും ഇല്ലെങ്കിൽ അതിനെ വിടുന്നേ. അതിൻ്റെ ആ സേഫ് സോണിൽ എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ. അതിൻ്റെ കളറും അതിൻ്റെ ഭംഗി അതിൻ്റെ പൊക്കക്കുറവും ഒക്കെ ഉള്ള സ്ഥലത്ത് പോയി ജീവിച്ചോളൂ. അതിനെ ഇഷ്ടപ്പെടുന്നവരോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തവരോ എവിടെയും അതിനൊരു സ്വാതന്ത്ര്യമില്ലേ? ഇഷ്ടമില്ല, ഭംഗിയില്ല, കൊള്ളിയല്ല, നമ്മുടെ കൂടെ കൂടി നിർത്തിയിട്ട് തെറിയും വിളിച്ചോണ്ട് എന്തിനു നിർത്തുക? ഈ പുതിയ തലമുറ, ഇപ്പം നമ്മൾ ഈ പുതിയ തലമുറ എന്ന് പറയുമ്പം ഈ ആരും നമ്മളെ നേരെ ചാടിക്കടിക്കാൻ വരണ്ട. പുതിയ തലമുറനെ മുഴുവൻ അങ്ങോട്ട് ഇല്ലായ്മ ചെയ്യാനൊന്നും അല്ല ഇവിടെ പറയുന്നത്. ഇവരേ ഉള്ളൂ നമുക്കിനി. ഈ ജീവിച്ചിരിക്കുന്ന തലമുറകൾ ഈ വാർദ്ധക്യത്തിലോട്ടും അങ്ങനെ ഇങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാർക്ക്, ഇപ്പം നമ്മളൊക്കെ ജീവിത മധ്യാഹ്നത്തിലെത്തിയ ആൾക്കാരാണ്, നമുക്കൊക്കെ ഇനി ഇവരേ ഉള്ളൂ നോക്കാൻ. ഏത് ആൾക്കാർക്കും പുതിയ ജനറേഷനാണ്, ന്യൂ ജനറേഷനാണ് ലോകത്തെ നയിക്കേണ്ടത്. അവരിങ്ങനെ ക്രൂരന്മാരും കൊള്ളില്ലാത്തവരുമായി മാറിക്കഴിഞ്ഞാൽ എവിടെ അഭയം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഈ ന്യൂ ജനറേഷനല്ലേ ഇനി വരാൻ പോകുന്ന എല്ലാ നമ്മളൊക്കെ റിട്ടയർ ആകാനായിട്ട് കുറച്ച് നാളുകളൂടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും ഇവരെല്ലാം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്കും എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ പോസ്റ്റിലേക്കും വരാൻ പോകുന്ന ആൾക്കാരാണ്. അവിടെ മുഴുവൻ ക്രൂരരായിട്ട് ഇവരിയ്ക്കുകയാണെങ്കിലോ വരുന്നവനെ മുഴുവൻ കറക്കുറ്റിക്കിട്ട് അടിക്കാനും, വരുന്നവൻ്റെ പോക്കറ്റ് വലിച്ചു പറിക്കാനും, ആര് എത്താലും, ഇപ്പം വഴിയിലൊന്ന് വീണ് കിടന്നാൽ വനയെന്ന് ഒരു തുള്ളി വെള്ളം തടാന്ന് പറയാനുള്ളത് ഈ പിള്ളേരൊക്കെ ആയിരിക്കും നാളെ വന്ന് നമ്മളെ എടുക്കുന്നത്. അവർ മുഴുവൻ ഈ ക്രൂരരായാലോ?
ആർദ്രതയില്ലാത്ത മനസ്സുകൊണ്ട് ഇങ്ങനെ ജീവിച്ചാൽ എന്ത് ചെയ്യും? ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഫേസ്ബുക്കിനകത്ത് കാണുന്നില്ലേ പിള്ളേർ തമ്മിൽ അടിക്കുന്നത്, കൈവീശി അടിക്കുക, അടിച്ച് പഞ്ചറാക്കുക, ചങ്കനിട്ടിടിക്കുന്നു, വലിച്ച് വഴിയിലോട്ടിരുന്ന് ചവിട്ടുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പോലീസുകാരനെ എടുത്ത് ചവിട്ടി കൊന്നു. അപ്പോൾ ഞാൻ പറയട്ടെ, നമ്മളൊക്കെ അടിപിടി ഉണ്ടാക്കി എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തെ പറ്റി പറയുമ്പോൾ ഞങ്ങളുടെയൊക്കെ അടിപിടി എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ അവളിട്ടൊരു തേമ്പോ മൂക്കിട്ടൊരു ഒരു തട്ടോ ഒരു ഉന്തൊക്കെ കൊടുക്കുന്നതിനാ നമ്മളെ അടിപിടി എന്ന് പറഞ്ഞ്. ഇപ്പോഴത്തെ അടി അതുമല്ലോണോ, തലച്ചോറ് ഇളകുന്ന പോലെ ഇടിക്കുന്നു, കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു, ശ്വാസം വിടുന്നു, നിലത്തിട്ട് ചവിട്ടുന്നു. അടിപിടി കണ്ടില്ലേ? സ്കൂളുകളിലെ പിള്ളേരടിക്കുന്ന വലിയ വലിയ പത്തിൽ വലിച്ചു ഊരി അടിക്കുകയാണ്. അടിച്ചു ഇവിടെ വല്ലവരും ജനിപ്പിച്ച് വിട്ട് വളർത്തിയ മക്കളെ, ഭക്ഷണം കൊടുത്ത് വളർന്ന മക്കളെ ഇങ്ങനെ ഇട്ട് അടിക്കാൻ ആരാടാ നിങ്ങൾക്കൊക്കെ അധികാരം തന്നത്? നിങ്ങൾക്കൊരു മനസാക്ഷിയില്ലേ? നിങ്ങൾക്കൊരു ഈ പിള്ളേരെയാണോ ഇനി നമ്മൾ കരുതി ജീവിക്കുന്നത്? എനിക്കറിയത്തില്ല. അടി വരുന്ന ഇവന്മാർ നമ്മുടെ തലയടിച്ച് പൊളിക്കുമായിരിക്കും നാളെ, എനിക്കതാ തോന്നുന്നത്. അവനോടൊപ്പം ഞാൻ പറഞ്ഞ ആമക്കളെയൊക്കെ വളർത്തുന്ന, ആമക്കളെയല്ല പെമ്മക്കളെ ആണെങ്കിലും മക്കളെ വളർത്തുന്നവരുണ്ട്, അവരുടെ മനസ്സൊന്ന് മനസ്സിലാക്കുക, മനസാക്ഷി ഉള്ളതാക്കി വളർത്ത്. ആരെങ്കിലും അടിക്കുന്നുണ്ട്, വഴക്ക് പറഞ്ഞ് ചീത്ത പറയുന്നത് സമ്മതിക്കരുത്. എങ്ങനെ നിനക്കത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കണം. നമ്മുടെ കൊച്ചുങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചോണം. അവർ ക്രൂരരായിട്ടാണ്, അവരുടെ മനസാക്ഷി ഇല്ല എന്നൊക്കെ ഉള്ളത് നമ്മൾ വീട്ടിൽ നിന്ന് മനസ്സിലാക്കി വിടണ്ടേ? 24 hours നമ്മൾ മൊബൈലിൽ ഇരുന്ന് അത് നടക്കുമോ? എന്തേന്നുള്ള ഏതൊരു വഴക്കും പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അത് നടക്കുമോ? കൊച്ചുങ്ങളെ നന്നായിട്ട് വളർത്തി സമൂഹത്തിലോട്ട് ഇറക്കി വിട്ടില്ലെങ്കിൽ അവരില്ലാത്ത ക്രൂരത മുഴുവൻ കാണിക്കും. ഈ സ്കൂളിലൊക്കെ കഴിഞ്ഞ ദിവസം കിടന്ന് അടിച്ച് പഞ്ചറാക്കുന്നവന്മാരില്ലേ, ഇവരൊക്കെ നാളെ കല്യാണം കഴിക്കാനിരിക്കുന്നവന്മാരാ. ഇവർ വല്ല വീട്ടിലും ഒരുപോലെ വളർത്തിയ പിള്ളേർ ഇതുപോലെ അടിച്ച് പഞ്ചറാക്കി കളയും. ആ കൊച്ചുങ്ങൾ ഗതിയില്ലാതെ തൂങ്ങിച്ചാവുകയൊക്കെ ചെയ്യും. അതാണ് നടക്കാൻ പോകുന്നത്. അപ്പനാണെങ്കിലും കുഴപ്പമില്ല, അപ്പനെ കാലവാരി അടിക്കുന്നു, പിള്ളേർക്ക് മൂക്കലരിശം, ഭയങ്കര ദേഷ്യം, കാര്യങ്ങൾ, ഒരു ബഹുമാനം, ഒരു റെസ്പെക്റ്റില്ല. ഇതിനൊക്കെ പുതിയ സോഷ്യലിസം, മോഡേണിസ്റ്റ്. ഇപ്പം നമ്മളെപ്പോഴും പുതിയ തലമുറയെ വിമർശിക്കുന്ന വേറൊന്നും കൊണ്ടൊന്നും അല്ലെന്നേ, ഇവരേ ഉള്ളൂ. നമുക്ക് ആരാ ഉള്ളത്? എങ്ങോട്ട് തിരിഞ്ഞാലും നാളെ ഞാൻ പറയാം, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്, പോലീസിലാണെങ്കിലും നഴ്സിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിലൊക്കെ ഇവരായിരിക്കും. നമ്മൾ ഏതൊരു കാര്യത്തിന് വേണ്ടി സൂചിപ്പിക്കുക, ഇറങ്ങിപ്പോളാം. പ്രായമായവരെ കാണുമ്പോൾ ഏറ്റവും ബഹുമാനിക്കുന്നത്, എന്നാ വേണ്ട ഏട്ടാന്ന് ചോദിക്കാനുള്ളൊരു ബഹുമാനം കാണിക്കാതെ ഒരു പ്രശ്നവുമില്ല. 4 തെറി പറഞ്ഞ് വിടുന്ന പോലത്തെ രീതിയിലോട്ട് പിള്ളേർ വളർന്നു കഴിഞ്ഞാൽ എന്നാ ചെയ്യുമെന്നാണ് ഈ പറയുന്നത്? ഒരു കാര്യം ഓർത്തണം കേട്ടോ, വല്ലയിടത്തും നടക്കുന്ന കാര്യം അതൊന്നും നമ്മളെ ബാധിക്കില്ലെന്ന് ആരും ചിന്തിക്കണ്ട. നമ്മളും മക്കളെ വളർത്തുന്നുണ്ട്. നമ്മുടെ പിള്ളേർ ആരെയെങ്കിലും തെറി പറയുന്നുണ്ട്, തല്ലുന്നുണ്ട്, മനസാക്ഷി ഇല്ലാതെ പെരുമാറുന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യണം. അവരെ അങ്ങനെ വളർത്തരുത്. അത് വല്ലവരോടും വല്ലേന്ന് ഓർത്തോണ്ടിരിക്കരുത്. നമുക്ക് നേരെയുണ്ട്. വലിയ താമസമില്ലാതെ അവൻ നമ്മുടെ കരണക്കുറ്റി കെട്ടി അടിക്കും, നമ്മളോട് മനസാക്ഷി ഇല്ലാതെ പെരുമാറും. ഇതൊക്കെ ഉണ്ടാവും. മനസാക്ഷി ഇല്ലാതെ ആരോടും പെരുമാറാനായിട്ട് പിള്ളേരോട് ആർദ്രതയെ തന്നെ പിള്ളേരെ വളർത്തണമെന്നേ, മനസാക്ഷി ഉള്ളതായിട്ട് വളർത്തുന്നത്. അവരുടെ വേദനയിൽ അത് എന്നാന്ന് അന്വേഷിക്കാനായിട്ട് പിള്ളേരെ പഠിപ്പിക്കണമെന്നേ. അടിക്കാനും ഇടിക്കാനും പഠിപ്പിക്കരുത് ഒരിക്കലും. മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പറഞ്ഞ് പഠിപ്പിക്കരുത്. എന്നാ കാര്യത്തിനാ? അതുപോലെ തന്നെയല്ലേ വല്ല വീട്ടിലിരിക്കുന്ന പെൺപിള്ളേരെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ട് ഇതിക്കൂട്ട് പണി കാണിക്കുന്നത്. പെൺപിള്ളേർ, ഞാൻ പറഞ്ഞ കൊച്ചുങ്ങൾക്കൊക്കെ ഇന്ന് ഞാൻ പറയട്ടെ, എപ്പോൾ വേണമെങ്കിലും ഞാൻ വഴിയുടെയൊക്കെ ഉദാഹരണം പറയത്തില്ല. നമ്മൾ നേരെ പോകുന്ന വഴി പെട്ടെന്നൊരു വളവെടുത്ത് റിട്ടേൺ അടിച്ച് തിരിച്ച് ടേൺ എന്നൊക്കെ നിങ്ങൾ കേട്ടില്ല. അത്രയുള്ള ലൈഫ്. നമ്മൾ തെറ്റൊക്കെ, നമ്മുടെ ജീവിതം മനുഷ്യന് തെറ്റൊക്കെ പറ്റും. നമുക്ക് ടേൺ അടിച്ചോണം, തിരിഞ്ഞു വന്നോണം. ഈ നമ്മുടെ റൗണ്ട് അബൌട്ട് എന്നൊക്കെ പറഞ്ഞില്ല, ഏത് വഴിയിലോട്ട് തിരിയണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത്. നമ്മുടെ ജീവിതം അങ്ങനെ അങ്ങ് തീർന്നും എല്ലാവർക്കും അടിയറ ഒന്നും വെക്കല്ലേ. പറ്റിയാൽ ടേൺ അടിച്ചോണം. ഒന്നേന്ന് ആരംഭിക്കാം. ഈ ലൈഫിന് ഇന്ന് എന്തോരം ചോയ്സസാണ് ഉള്ളത്. ഒരു കോഴ്സ് എപ്പോൾ വേണേലും സ്റ്റാർട്ട് ചെയ്യാം. എത്രയോ പേരുടെ ഉദാഹരണങ്ങൾ കിടക്കുന്നു. നിങ്ങൾ പുതിയ ജോലി തപ്പി പുതിയ ജോലി എടുത്ത് വിദേശത്ത് അവിടെ ഇവിടെ ജീവിതം വേറെയാണ്. പുതിയ ഇന്ന് ലോകത്ത് എല്ലായിടത്തേക്കും ആളുകൾ യാത്ര തുടങ്ങിയില്ലേ? യാത്രയല്ലേ, എല്ലാവരും എവിടെയൊക്കെയാണ് ജീവിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഇപ്പോൾ ഞാൻ താമസിക്കുന്ന നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ തമ്മിലൊരു വഴക്കുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർ അപ്പോഴേ പിരിഞ്ഞ് അവരവരുടെ കാര്യത്തിന് പോകും. നമ്മളതിനെ വലിയ പ്രൊമോട്ട് ചെയ്യുന്നില്ല, പക്ഷേ അത്രയേ ഉള്ളൂ കാര്യം. അല്ലാതെ ഒരുത്തം കൊള്ളിയാലെങ്കിൽ അവൻ ചെയ്യുന്ന എല്ലാം അവിടെ അവൻ്റെ അടിമയായിട്ട് കിടക്കേണ്ട കാര്യമൊന്നുമില്ല. അയ്യോ കെട്ടിപ്പോയില്ലേ, അയ്യോ ഇനിയില്ലേ, എന്നാ ചെയ്യോ, അങ്ങനെയായില്ലേ, മക്കളായില്ലേ, മറ്റേതരച്ചിലും കൂടെ ഒരു ജീവിതകാലം മുഴുവൻ അങ്ങനെ കളയാനാ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. രക്ഷപ്പെട്ട് പൊക്കോണം. ഈ കാരണവന്മാരെ നമ്മൾ കാരണവന്മാരോട് നമ്മളിപ്പോഴും പറയുക, നമ്മുടെ ഇപ്പോൾ നാട്ടിലൊക്കെ ഇപ്പോൾ UK ക്രെഡിറ്റ് സ്കോർ നോക്കുക എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. ബാങ്കുകളൊക്കെ നമ്മളൊരു ലോണിനോ അല്ലെങ്കിൽ മറ്റൊരു കാർ വാങ്ങാനൊക്കെ ആയിട്ട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ, നാട്ടിലും ഉണ്ട് സിബിൽ സ്കോർ എന്ന് മറ്റാ പറയുന്നത്. ഇത് നോക്കുന്നൊരു എല്ലാ കല്യാണത്തിലും എല്ലാവരെയും ഒന്ന് നോക്കിക്കോണമെന്നേ. ഈ വരാൻ പോകുന്നവൻ അപ്പനെ അമ്മേനെ ബഹുമാനിക്കുന്നതോ നാട്ടിലാരോട് മര്യാദയ്ക്ക് പെരുമാറുന്നവനാണോ, മനസാക്ഷി ഉള്ളവനാണെന്നൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. ഇനി അതൊക്കെ അറിഞ്ഞിട്ടും നമുക്ക് തുറന്ന് നോക്കാറുണ്ട് പോലെ അറിഞ്ഞിട്ടും നമ്മൾ കല്യാണം കഴിച്ച് കൊടുക്കുമ്പോൾ ആ കൊച്ചിനെ അവൻ ഉപദ്രവിക്കുകയാണെന്ന് തുടക്കത്തിലെ മനസ്സായ അവിടെ നിർത്തി പോകുന്നോണെന്നേ. കൊന്ന് പെട്ടിയിലാക്കി അടക്കം ചെയ്യുന്നവരെ വരെ അടക്കി കഴിഞ്ഞിട്ട് നീതി എന്ന് പറഞ്ഞിരിക്കുകയാണോ? എന്ത് കാര്യമായി ഈ പറയുന്നത്? പെങ്കൊച്ചുങ്ങളും അത് തന്നെ. എത്ര പെൺപിള്ളേർ റിലേഷനിലാകുന്നത്. ഇനി പെങ്കൊച്ചുങ്ങളോട് ഞാനൊരു കാര്യം പറയണേ. ഇപ്പോൾ 10, 18, 19, 20 വയസ്സൊക്കെ പിള്ളേർ ഈ റീൽസ്, അത് ഇത്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അട്രാക്ഷനിലൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഓരോ ബന്ധങ്ങളിലാകുകയും ലിവിങ് ടുഗദർ നടത്തുകയും കല്യാണം കഴിക്കുകയൊക്കെ ജീവിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നിട്ട് പീഡനമേറ്റ് പിന്നെ മരണമേ ഉള്ളൂ വഴിയെന്ന് പറഞ്ഞിട്ട് പിള്ളേർ നിൽക്കുക. വീട്ടുകാർ ഉപേക്ഷിച്ച് അവരങ്ങനെ നിങ്ങൾ ചിന്തിക്കില്ല. ജീവിതമല്ലേ തെറ്റുപറ്റി പോകും. പക്ഷെ അത് ചെയ്യരുതെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെ പറയുക. നമ്മൾ കഴിയുന്നതും അങ്ങനെയൊക്കെ വന്നു പോയാൽ തിരിച്ചോണം. നേരത്തെ പറഞ്ഞ പോലെ ടേൺ അടിച്ചോണം. നമ്മുടെ ചെറുപ്പകാലത്ത് നമുക്ക് വിവരമില്ലാത്ത കാലത്ത് തെറ്റുപറ്റിപ്പോയി. അതിന് നമ്മുടെ ജീവിതം കൊണ്ട് മരണം കൊണ്ടൊന്നും ഉത്തരം കൊടുക്കാൻ നിൽക്കണ്ട.
തിരിഞ്ഞോണം, നല്ലൊരു കോഴ്സ് പഠിച്ച് ജോലി മേടിച്ച് ജീവിച്ചോണം, അത്രയേ ഉള്ളൂ. പറ്റിയാലാത്തവനെ ഉപേക്ഷിച്ച് മാറ്റി ജീവിച്ചോണമെന്നേ. പാശ്ചാത്യ രാജ്യങ്ങളിൽ ചെയ്യുന്നതൊക്കെ തന്നെ അതൊക്കെ തന്നെ ഉള്ളന്നേ. ആരും ആരുടെ അടിമയൊന്നുമല്ല. ഞാൻ മലപ്പുറത്തെ ഈ പെങ്കൊച്ചിൻ്റെ മരണം ഇതെത്രാമത് ഇന്നാൾ കണ്ടില്ലേ, ഒരുത്തനൊരു പാവം കൊച്ചിനെ അവൾക്ക് സൗന്ദര്യം പോരുന്നു, അവൾക്ക് കണ്ടൊക്കെ കുഴപ്പമുണ്ടെന്നൊക്കെ പറഞ്ഞ് പാമ്പിനെ കൊണ്ട് ഘടിപ്പിച്ച് കൊന്നിരിക്കുന്നത്. അവിടെ സ്വത്ത് വാങ്ങാനായിട്ട് ഇവനൊക്കെ എന്നാ ക്രൂരനാ. അങ്ങനത്തെ മനുഷ്യരാണ് ജീവിച്ചിരിക്കുന്നത് ഇല്ലേ. അവന് വേണ്ടായിരുന്നു ആ കൊച്ചിനെ പറഞ്ഞു വിടായിരുന്നു. അത് ഏത് കൊള്ളി അല്ലെങ്കിൽ എന്ത് ഭംഗിയില്ലെങ്കിലും അതിന് എന്ത് ശരീരത്തിന് ദുർബലത ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ വീട്ടുകാർ നോക്കിയാലും ആ കൊച്ചു എങ്ങനെയും ജീവിച്ചു പോക്കില്ല. ഈ ഭൂമിയെ ജീവിച്ചിരുന്നവളായിരുന്നു. ഒരുത്തിൻ്റെ സന്തോഷത്തിനും സുഖത്തിനും പണത്തിനും വേണ്ടി അവൻ കൊന്നു കളഞ്ഞു. വിസ്മയാന്ന് പറഞ്ഞൊരു പെങ്കൊച്ച്, അതിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് ഓർത്ത് പോയതാ. പിന്നെ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ കൊന്നില്ലേ, പാവം കൊച്ചായിരുന്നു. അതിൻ്റെ ആങ്ങളെ പറയുന്നു, അപ്പം പറയുന്നു, അമ്മ പറയുന്നു. അത് ബുദ്ധിമുട്ട് ഏൽക്കുന്നുണ്ടെന്ന് ആദ്യം ചത്ത് കഴിഞ്ഞിട്ട് പറയുകയാണ് അത് അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ മുഴുവൻ. അതിനു മുമ്പേ വിളിച്ച് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോരണ്ടേ. പൊന്നുപോലെ വളർത്തിയ പിള്ളേരല്ലേ, എങ്ങനെ വളർത്തുന്ന ഒരു കൊച്ചിനെ ഉണ്ട്. ഞാൻ എല്ലാ പ്രാവശ്യം പറഞ്ഞത് കൊച്ചുണ്ടായി വളർത്തിയെടുത്ത് പിന്നെ തീയിലും വെള്ളത്തിലും പോകാതെ വളർത്തിയെടുത്തുകൊണ്ട് ഇത്രയും കാലം കൊണ്ടിരുന്നതിൽ ചെറിയ ബുദ്ധിമുട്ട് വല്ലാണോ? എന്നിട്ടാണ് ഇതുപോലത്തെ കാടന്മാർ മനുഷ്യർക്ക് വിട്ടുകൊടുക്കുന്നത്. അവൻ കാടനാന്ന് അറിഞ്ഞാൽ വിളിച്ചോണ്ട് പോരണന്നേ. പെൺകൊച്ചുങ്ങൾ നിങ്ങൾ എസ്കേപ്പ് ആയിക്കണം, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കണം, നിങ്ങൾക്ക് ജോലി കിട്ടും. ഇന്നിപ്പം നിങ്ങൾ ഈ പറയുന്ന പോലെ അത്ര രഹസ്യത്തിലും അങ്ങനെ ഇങ്ങനെയൊന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ലെന്നേ. മനുഷ്യൻ്റെ ജീവിതത്തിൽ എല്ലാ വിധത്തിലും നമുക്ക് തെറ്റുകളൊക്കെ പറ്റും, പോരായ്മകളുണ്ടാവും. അതിപ്പോൾ വല്ലവരും കളിയാക്കുന്നുണ്ട്, അവൻ്റെ കുറവാണ്, കളിയാക്കുന്നവൻ്റെ കുറവാണ്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളിപ്പം ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ ഒരുപാട് കുറ്റം പറയുന്നുണ്ടെങ്കിലും എന്തോരം ഗുണങ്ങളുണ്ട്. ഇതിനകത്തൊക്കെ എന്തോ ഒരു കൗൺസിലിംഗ് നടക്കുന്നു. അതുപോലെ എന്താ പറയുക, നല്ല നല്ല കൗൺസിലേഴ്സ്, ഫാമിലി കാര്യങ്ങൾ പറഞ്ഞ ഓരോ പെണ്ണുങ്ങളൊക്കെ വന്ന ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ജീവിതത്തിൽ തകർച്ച നേരിട്ടവർ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്തോരം ക്ലാസ്സുകളും കാര്യങ്ങളും നമ്പേഴ്സും ഒക്കെ ഉണ്ട്. ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പരസ്യമായിട്ട് വിളിച്ച് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുന്നേ. നമ്മളിതിനെ ചരിത്രം പഠിക്കുന്നത്, നമുക്കെന്തിനാ എക്സ്പീരിയൻസ്? ചരിത്രം എന്താ, ഹിസ്റ്ററി എന്താ? ഹിസ്റ്ററി നമ്മൾ പഠിക്കുന്നത് പണ്ട് നടന്ന കാര്യങ്ങൾ, അവിടെ നടന്ന കൊള്ളിരാത്ത കാര്യങ്ങളാണെങ്കിൽ, അവിടെ എന്തെങ്കിലും ട്രബിളുള്ള ഏരിയ ആണെങ്കിൽ അവിടെ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ പോകരുത്, അങ്ങോട്ട് പോകരുത്. അല്ലെങ്കിൽ പണ്ടത്തെ കാലത്ത് ആളുകൾക്ക് എന്തൊക്കെ പ്രശ്നമുണ്ടായി, രോഗങ്ങളുണ്ടായ കാര്യങ്ങൾ, പാൻഡമിക് പോലുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ളതൊക്കെ നമ്മളിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നില്ലേ. ഹിസ്റ്ററി അതുകൊണ്ടല്ലേ നമ്മൾ പഠിക്കുന്നത്. അത് തന്നെയല്ലേ ഈ പറയുന്ന എക്സ്പീരിയൻസ് പറയും, ലൈഫിലെ എക്സ്പീരിയൻസ് എന്നാ. ഓരോരുത്തർ അവരുടെ എക്സ്പീരിയൻസ് പറയുകയാണ്, എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഉണ്ടായി, ഞാൻ ഇങ്ങനെ രക്ഷപ്പെട്ടു. ഈ എക്സ്പീരിയൻസ് നമ്മൾ കേൾക്കുന്നില്ലേ. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്ന ഈ ചരിത്രങ്ങളൊക്കെ കണ്ടിട്ട് ചുമ്മാ കാണാൻ നമ്മുടെ ജീവിതത്തിലോട്ട് അത് ഏറ്റെടുക്കണമെന്നേ. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഞാൻ വേറൊന്നുമല്ല, ഇതുപോലത്തെ ചരിത്രങ്ങൾ കിടക്കുമല്ലോ. എത്ര പേരെ ഇതുപോലെ കൊണ്ടുപോയിട്ട് കൊല്ലാക്കൊല ചെയ്ത് കൊന്നു. പെങ്കൊച്ചുങ്ങൾ ഇത് കാണുന്നില്ലേ? പെങ്കൊച്ചുങ്ങളുടെ അപ്പനും അമ്മമാരും ഇത് കാണുന്നില്ലേ? ചരിത്രത്തിൽ നിന്ന് പഠിക്കണ്ടേ? എക്സ്പീരിയൻസിൽ നിന്ന് പഠിക്കണ്ടേ? അനുഭവസ്ഥർ കരഞ്ഞ് നിലവിളിച്ച് പറയുന്നത് കേട്ടില്ലേ? അതിൽ നിന്ന് രക്ഷപ്പെട്ട് പോരണ്ടേ? പിന്നെ തട്ടുകേട് പറ്റും, നമുക്കാരെയും ചുഴിഞ്ഞ് നോക്കാൻ പറ്റില്ല. മനസാക്ഷി ഒരുത്തനാണെങ്കിൽ നമ്മൾ എങ്ങനെ അറിയാനായിട്ടാണ്? നമ്മൾ അറിയില്ല. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ ഞാൻ പറയാം, കേരളത്തിലെ ചില മുമ്പ് മിനിസ്റ്റേഴ്സ് ആയിരുന്നവരും ഇപ്പോൾ ഉള്ളവരും ഒക്കെ അവരുടെ കുടുംബത്തിൽ വരെ ഇതുകൊണ്ട് തട്ടുകൾ വന്നിട്ടുണ്ട്. ഇപ്പം പിള്ളേരെ കല്യാണം കഴിച്ചിട്ട് അവർക്ക് വലിയ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ മിനിസ്റ്റേഴ്സ് എന്ന് പറയാൻ അവർ വലിയ മഹാന്മാരായിട്ടില്ല, പക്ഷേ ഞാൻ ഉന്നതങ്ങളിൽ ഇരിക്കുന്നവർക്ക് വരെ അത് പറ്റുന്നുണ്ടെന്നേ. നമുക്കറിയത്തില്ലല്ലോ. പക്ഷേ അങ്ങനെ ഒരു അനുഭവം വന്നാൽ നമ്മൾ രക്ഷപ്പെടും. നമുക്കൊരു അസുഖം വന്നാൽ നമ്മൾ ചികിത്സിച്ച് രക്ഷപ്പെടുന്നില്ലേ എന്ന് പറഞ്ഞ പോലെയല്ലേ. പെങ്കൊച്ചിനെ കെട്ടിച്ച് വിട്ടെടുത്ത് അവൾക്കൊരു കുഴപ്പമാണെന്ന് പറഞ്ഞാൽ അവളെ രക്ഷിച്ചുകൊണ്ട് പോരേണ്ട കടമ നമുക്കില്ലേ. അവൾ മരിച്ചു കഴിഞ്ഞിട്ട് അവളുടെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമുണ്ടോ? ഇന്നത്തെ കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ആമക്കളെ വളർത്തുന്നവരോട് പറയുകയാണ്, ആമക്കളെ വളർത്തുന്നവർ ദയവ് ചെയ്തിട്ട് അവർ കൊച്ചുങ്ങളെ വളരെ സൂക്ഷിച്ച ആമക്കൾ എന്നില്ല, പെൺകൊച്ചുങ്ങളെ ആണെങ്കിലും ഉണ്ടല്ലോ കരുണയുള്ള മനുഷ്യരാക്കി വളർത്തണം എന്നാണ് പറയുന്നത്. അവർ കരുണയുള്ളതായി ഇപ്പോൾ ഇവൻ വലിയ അങ്ങനെ ഓർക്കണ്ട. അവർക്ക് കരുണയില്ലെങ്കിൽ നിങ്ങളോടും കരുണ കാണില്ല. എന്നും നിങ്ങളിതുപോലെ വലിയ മുടിമുടുക്കരായിരിക്കുമല്ലോ. ഇവിടെ മോനെ ഒന്ന് പിടിച്ചേടാ, ഒന്ന് എടുത്തേടാന്ന് പറയേണ്ട ഒരു കാലഘട്ടം അവരോട് വരുമ്പം അവിടെയെങ്ങാനും കിടക്കണമെന്ന് പറയുന്നൊരു ഇതിലോട്ട് വരരുത്. ഇപ്പോൾ തന്തമാരെ അടിക്കുന്ന ആൾക്കാരെ കാണാൻ മേലേ, കാലേ വാരി അടിക്കുന്നു. കഴിഞ്ഞ സാറിൻ്റെ പോലീസുകാരനെ എടുത്തടിച്ചെന്നും സാറിനോട് വെറുതെ കൊന്നുകളയെന്നൊക്കെ പറയുന്ന പിള്ളേരെയൊക്കെ കണ്ടില്ലേ. ഇതൊക്കെ കാണുമ്പോൾ ചുമ്മാ ഇത് കണ്ട് രസിച്ചാൽ പോരെ, ഇത് നമ്മുടെ സമൂഹത്തിനെ ബാധിക്കുന്നു. മനസ്സിലായി. കഴിഞ്ഞ സുഹൃത്തിന് ഒരു ഒറ്റ ചവിട്ടൊരു പോലീസുകാരനെ ചവിട്ടിക്കൊന്നിരിക്കുന്നു. ഇതൊക്കെ നടക്കുവാണല്ലോ എന്ന് ഓർക്കുക. ഇതൊക്കെ ഓരോ മാതാപിതാക്കൾക്കും കാര്യമുണ്ട്. ഇപ്പം ഞാൻ പറയാം, ബ്രോക്കൺ ഫാമിലി അങ്ങനെ പറയുന്നത് തെറ്റാ. ബ്രോക്കൺ ഫാമിലി അങ്ങനെ ഒരു ഫാമിലി ഇല്ല. അങ്ങനെ ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ചെറിയ പ്രശ്നങ്ങളിലൊക്കെ വഴക്കുണ്ടാകുമ്പം കൊച്ചുങ്ങളെ ഓർത്തണം കേട്ടോ. ക്രിമിനൽസായി പോകും കൊച്ചുങ്ങൾ. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ സ്നേഹിക്കുന്നില്ലെങ്കിൽ, അവരോട് മര്യാദ കാണിക്കുന്നില്ല, അവരാരെ സ്നേഹിക്കാനായിട്ടാണ്? അവർ ഈ പറയുന്ന കൈ വലിച്ച് പറിച്ച് അടിച്ച് പഞ്ചറാക്കുന്നുണ്ടല്ലോ. അടിച്ചുൻ്റെ അടിയാണ്, കായ് ചുരുട്ടി ഇടിയാണ്, തലച്ചോറും മറ്റും ഇളകി പോകുന്ന കൂട്ട് അടിപിടി ഉണ്ടാക്കുന്ന പിള്ളേർക്ക് രണ്ടാമത് പിന്നെ ജീവിച്ചിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ അങ്ങനെയുള്ളൊരു ഭാര്യ വന്നാലും ഇതുപോലത്തെ അടിയല്ലേ അടിക്കാൻ പോകുന്നത്. അടിച്ച് ഗർഭപാത്രം കലർന്ന കൂടി ചവിട്ടുമൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞത് നമ്മളൊക്കെ ഒരു വഴക്ക് വന്നാൽ ഭാര്യയോടാണെങ്കിൽ ഒരു മൂക്കിട്ട് ദേഷ്യമൊക്കെ അങ്ങനെ ഒരു ഉന്തൊക്കെ വെച്ച് കൊടുത്താൽ ഇതാണ് മാക്സിമം. അതുപോലും നമുക്ക് സങ്കടമാണ്. അല്ലാതെ നമ്മൾ ഈ പറയുന്ന പോലെ എടുത്തിട്ട് അടിയാണോ, ഭിത്തിയിലെടുത്തിട്ട് അടിക്കുക? ഈ മനസാക്ഷി ഇല്ലായ്മ എവിടെ നടക്കുന്നറിയോ? ഈ കൊച്ചുങ്ങളോടാണെങ്കിലും ഈ ആമ്പിള്ളേരോട് ഞാൻ പറയാം, എടാ നിങ്ങൾ ഈ കല്യാണം കഴിച്ചിട്ട് നിങ്ങൾക്ക് ഈ പൊക്കമില്ല വലിപ്പമില്ല, കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നിങ്ങൾക്കത് ഓക്കെ ആയിട്ട് തോന്നുന്നില്ലെങ്കിൽ വിട്ട് കളയടാ, കൊല്ലാതിരിക്കടാ.
എന്നാ കാര്യം ഇതുപോലത്തെ ഉപദ്രവങ്ങൾ ചെയ്യാതിരിക്കുക? എന്ത് മനസാക്ഷിയുടെ പേരിൽ ഓരോ ആൾക്കാർ ഇങ്ങനെ എന്തോ പാമ്പിനെയൊക്കെ കൊണ്ട് നിർത്തി കടുപ്പിച്ചെന്നൊക്കെ പറയുമ്പോഴേ എന്തോ ഓരോ കാര്യങ്ങളാണ്. റിലേഷൻസിലാകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സിവിൽ സ്കോർ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഇതിനു വേണ്ടി ഞാൻ പറഞ്ഞുള്ളൂ. നമ്മൾ അന്വേഷിച്ചോണം മാക്സിമം. ഇനി എത്ര അന്വേഷിച്ചാലും മനസാക്ഷി ഇല്ലാത്തവനെ നമുക്കൊന്നും ചെയ്യാമല്ലോ. പക്ഷേ അത് മനസാക്ഷി ഇല്ലാത്തവനാണെന്ന് മനസ്സിലാക്കി നമ്മുടെ പിള്ളേർ നമ്മളോട് കരഞ്ഞോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവരെ രക്ഷിച്ചോട്ട് പറയണമെന്നേ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങളുടെ ഒരു കൊച്ചിനെ പൊന്നുപോലെ വളർത്തിയ കൊച്ചിനെ മോളെ മുത്തേന്ന് വിളിച്ച് വളർത്തിയ ഒരു കൊച്ചിനെ ഒരു മുറിയിലിട്ട് ഒരുത്തിനിട്ട് അടിക്കുന്നു, അവനില്ലാത്ത പീഡനം മുഴുവൻ കാണിക്കുന്നത്. അത് അവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ അമ്മയെ എൻ്റെ അച്ഛാന്ന് വിളിച്ച് കരയുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. നിങ്ങൾ വിളിക്കുമ്പോൾ സാരമില്ല മോളെ അവൻ നന്നായിക്കൊള്ളുന്നത്. ആരെ നന്നാക്കാനായിട്ട്? എന്തിനാ നന്നാക്കുന്നത്? അവൻ എന്നേലും കാണിക്കിട്ടുന്നേ. ഈ ലോകത്ത് നിങ്ങളുടെ മക്കൾ ജീവിക്കുകയല്ലേ? ഇങ്ങനെ ഒരുത്തിനില്ലെന്ന് ചിന്തിച്ചാൽ ജീവിക്കുകയല്ലേ? പെങ്കൊച്ചുങ്ങളാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു ബന്ധത്തിലായി കഴിഞ്ഞാൽ നിങ്ങൾ പൊട്ടിച്ച് ഇറങ്ങി വന്നോണം. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾ എന്നേലും വരുന്നേ. എപ്പോഴെങ്കിലും നിങ്ങൾക്കത് കണ്ടു, നിങ്ങളൊരു മക്ചൂറൊക്കെ ആകുമ്പോഴായിരിക്കും നിങ്ങൾക്കത് കാണാൻ പറ്റുന്നത്. വളരെ ചെറുപ്പത്തിൽ ഈ പ്രേമത്തിൻ്റെ അട്രാക്ഷനകത്തിനകത്തൊക്കെ പോയി ചാടിയിട്ട് ഈ തൊഴി അടിയും പിന്നെ ഈ ചീത്തവളിയും കേട്ടോണ്ട് നിങ്ങൾ ജീവിതകാലം മുഴുവൻ കളയണ്ട. കോഴ്സസിനകത്ത് പരാജയപ്പെട്ടെന്നോ അല്ലെങ്കിൽ അതൊന്നും നിങ്ങൾ ഓർക്കില്ല. എപ്പോൾ വേണമെങ്കിലും തുടങ്ങാവുന്ന എന്തോരം കോഴ്സസാണ്, എന്തോരം ജോബ് ചാൻസാണ് എല്ലായിടും ഉള്ള. ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ടല്ലോ. നല്ല കോൺഫിഡൻസ് ആയിട്ട് ചിന്തിച്ചോണം. മരിച്ചു കഴിഞ്ഞിട്ട് ഈ എണ്ണിപ്പാടി കരയിലും അവസാനം അയ്യോ നീതി കിട്ടില്ല. ആർക്കാണ് നീതി കിട്ടേണ്ടത്? എന്ത് നീതിയാണ്? ആ കൊച്ചു മരിച്ചു പോയില്ലേ? ഈ പറയുന്ന നീതി കിട്ടിയില്ലെന്ന് പറഞ്ഞ പെമ്പിള്ളേരൊക്കെ എന്ത് ചെയ്യും? അവരിവിടെ ഇരിപ്പുണ്ടോ നീതിയുടെ കാര്യം പറഞ്ഞുകൊണ്ട്? അവർ മരിച്ചു പോയി, മണ്ണോട് മണ്ണായി. ആ കൊച്ചുങ്ങൾക്ക് നീതി കിട്ടണമെന്ന് ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവരൊക്കെ അതുങ്ങളെ രക്ഷിക്കണ്ടായിരുന്നോ? എങ്ങനെയാണെന്നല്ലേ? ഒരുത്തൻ അടിക്കുന്നുണ്ട് വഴക്കുണ്ടാക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അതിനെ രക്ഷിച്ചോണ്ട് പോരണമായിരുന്നേ. ഇത് ഞാൻ പറഞ്ഞില്ല, നമ്മളൊക്കെ ഇത് എത്രയോ തവണ പറയും. ഇത് ഓരോ പ്രാവശ്യം ഈ വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം. പിന്നെ പത്രക്കാരാണെങ്കിൽ അവരാണെങ്കിൽ ഇതിങ്ങനെ ഇട്ടുകൊണ്ടിരിപ്പുണ്ട്, ഇങ്ങനെ മരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് അവയർനെസ് കൊടുക്കാനും. അല്ലെ ഇന്നിപ്പം പെങ്കൊച്ചുങ്ങൾക്കൊക്കെ എവിടെ ഞാൻ പറഞ്ഞത് ഈ ടോൾ ഫ്രീ നമ്പേഴ്സൊക്കെ എന്തോ ഒരു പലയിടത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഗാർഹിക പീഡനത്തിനെ പറ്റിയൊക്കെ. അതൊന്നും മനസ്സിലാക്കാതെയാണോ ഈ വിഷയങ്ങൾ? പെങ്കൊച്ചുങ്ങളെ തൊട്ട് കഴിഞ്ഞാൽ പ്രശ്നമുണ്ട്, അതിന് ചിത്ത വിളിച്ചാൽ പ്രശ്നമുണ്ടെന്നുള്ളതൊക്കെ ഇപ്പം കഴിഞ്ഞ ദിവസത്തെ ഒരു വലിയ വ്യവസായി തന്നെ അകത്ത് പോയത് നിങ്ങളെല്ലാവരും കണ്ടതല്ലേ. അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ ഒരു പരിധി കൂടുതലായിട്ട് നിങ്ങൾ സഹിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പെറ്റീഷൻ എഴുതി കൊടുത്ത് നിങ്ങൾ രക്ഷപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലോട്ട് തിരിച്ചു പോവുക. മാതാപിതാക്കളെ കൈതൊഴുതുകൊണ്ട് പറയുക, ഈ കൊച്ചുങ്ങളെ ഇങ്ങനെ നിങ്ങൾ പീഡിപ്പിക്കാനായിട്ട് ഇട്ട് കൊടുത്ത് അതുങ്ങൾക്ക് മരണം വാങ്ങി കൊടുക്കാതെ നിങ്ങൾ എന്ത് പൊന്നു പോലെ വളർത്തിയ പിള്ളേരാ. അതുങ്ങളെ തിരിച്ചു കൊണ്ടുവന്ന് ജോലി കയറ്റി അതുങ്ങളെ എങ്ങനെയും രക്ഷപ്പെട്ടോളൂന്നേ, എങ്ങനെയും ജീവിച്ചോളൂന്നേ. വല്ലവൻ്റെ തൊഴി ഇടിയും കൊണ്ടുവന്ന് അവൻ്റെ ഒരു കൊച്ചുണ്ടായിപ്പോയില്ലേ, അതല്ലേ ഇതല്ലേ എന്നും പറഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാതിരിക്കുക. ആൺകൊച്ചുങ്ങളായാലും പെൺപിള്ളേരായാലും വീട്ടിൽ മനസാക്ഷിപൂർവ്വം പെരുമാറി മനസാക്ഷിപൂർവ്വം വളർത്തിയില്ലെങ്കിൽ ഈ പറഞ്ഞില്ല ഞാനടക്കമുള്ള നമ്മുടെ സമൂഹത്തിലെ എല്ലാവരുടെയും ഉത്തരവാദിത്വം നമുക്കിവരേ ഉള്ളൂ, ഈ പുതിയ തലമുറയേ ഉള്ളൂ. ഇവർ ഈ പിടിക്കുന്ന ഞാൻ പറഞ്ഞ സ്കൂളുകളിൽ കൗൺസിലിങ്ങും അതും ഇതൊക്കെ ആയിട്ട് ഈ ഒരു സൊസൈറ്റി കംപ്ലീറ്റ് മാറേണ്ട സാഹചര്യമായിട്ടുണ്ട്. അല്ലെങ്കിൽ ഏത് നിമിഷവും അടിയുടെ വരുന്നുള്ളൂ. ഈ പറഞ്ഞ കൈചുരുട്ടി ഇടി ഏത് നേരത്തും അവനവൻ്റെ ചങ്കിനിട്ട് വീഴുന്നതായിട്ട് സങ്കല്പിച്ച് ഉറങ്ങുമ്പോൾ ഒന്ന് സ്വപ്നം കണ്ടോ ഇടി വീഴുന്നത് ഈ ഏതെങ്കിലും ഒരു ഐറ്റം. എടമാനെ അങ്ങോട്ടുള്ള വഴി ഏതാടാന്ന് ചോദിക്കുമ്പോൾ പച്ചത്തെറി വിളിക്കുന്നതും എടമാനെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തരാം എന്നെ ഒന്ന് പിടിക്കാം എന്നെ ഒന്ന് ആശുപത്രി കൊണ്ടാവാൻ നിൽക്കുമ്പോൾ കാരണക്കുറ്റിൻ്റെ അടിച്ചിട്ട് പോക്കറ്റിൽ നിന്ന് പൈസ അടിച്ചുകൊണ്ട് പോകുന്നതൊക്കെ ഒന്ന് സങ്കല്പിച്ച് നോക്കിക്കേ. ഇതൊക്കെ നടക്കാൻ പോകുന്നു എനിക്ക് തോന്നുന്നു ഈ പുതിയ കളി കാണുമ്പം. പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ എന്നാലും കേട്ടോ, താങ്ക് യു.